ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിഷ് കീപ്പേഴ്സിന് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഡിസീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മളിത് കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച ഒരു സീരീസാണ്. പക്ഷെ നമുക്കിന്ന് ഇതിലേക്ക് വരാനുള്ളൊരു അവസരം ഉണ്ടായി. ഇവിടെയുള്ളൊരു ഗപ്പി ബ്രീഡർ തഹസീറിൻ്റെ കുറച്ച് ഗപ്പികൾക്ക് സിവിയർ ആയിട്ടുള്ള ഡിസീസ്. അപ്പോൾ ആളെനിക്ക് ഉച്ചയ്ക്ക് വീഡിയോസൊക്കെ അയച്ചു. അപ്പം എല്ലാ ഫിഷുകളുടെയും വാലൊട്ടിയിരിക്കുന്നു, ഫിഷുകൾ ഡെഡാവുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം കാണാറുള്ളൊരു പ്രശ്നമാണ് ഗപ്പികളുടെയും ബെറ്റകളുടെയും വാലൊട്ടൽ. അപ്പോൾ അതിന് ആളുകൾ ഒരുപാട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളൊക്കെ ഞാൻ ഓൺലൈനൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് പേജിലും വാട്സാപ്പിലും ഒക്കെ. അപ്പോൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് അതിന് pHൻ്റെ ഇഷ്യൂ ആണെന്ന് പറയാറുണ്ട്, ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് പല മെത്തേഡ്സ് പറയാറുണ്ട്, കല്ലുപ്പിടണം അങ്ങനെയൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് വരെ കണ്ടു, ഈ കല്ലുപ്പ് എന്താണ്, പാരസെറ്റമോളാണ് എല്ലാ അസുഖത്തിനും എടുത്ത് വെച്ച് പ്രയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ അസുഖം എന്നുള്ളത് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ ഫിഷിനെ കൊണ്ടുവരാൻ ഞാൻ തഹസീറിനോട് പറഞ്ഞിട്ടുണ്ട്. തഹസീർ ആളുടെ ടാങ്കിൽ നിന്ന് കുറച്ച് ഫിഷുകളെ സെലക്ട് ചെയ്ത്, അസുഖം ഉള്ളതും ഇല്ലാത്തതിന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഞാനിത് കൊണ്ടുവരാൻ പറയുന്നതിന് മുമ്പ് ഇതെന്തോ ജനറ്റിക്കൽ ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ ഫിഷുകളെ കള്ള് ചെയ്ത് കളഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു ഉള്ളതിൽ നിന്ന് കുറച്ച് ഫിഷുകളെ, ഒരു സാമ്പിൾ കുറച്ച് ഫിഷുകളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ള ഒരു എക്സാമിനേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തഹസീർ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി തഹസീറിനെ ഒന്ന് പരിചയപ്പെടുത്താം. തഹസീർ നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടില് കണ്ണൂരാണ്. ഞാൻ ഇവിടെ ഖത്തറിൽ 8-10 കൊല്ലമായി. ഇവിടെ ഞാൻ ഹോബിയിലേക്ക് വന്നിട്ട് ഒരു 3 വർഷമായി. എന്തൊക്കെ ഫിഷുകൾ ചെയ്യുന്നുണ്ട്? മെയിനായിട്ട് ഗപ്പികളുടെ കുറച്ച് സ്ട്രെയിൻസ് ഉണ്ട്, പിന്നെ മോളീസ് ഉണ്ട്, പിന്നെ അതുപോലെ ടെട്ര ചെയ്യുന്നുണ്ട്, പിന്നെ കാര്യമായിട്ട് സീക്ലിറ്റ്സ് ഉണ്ട്, പിന്നെ പ്ലക്കോ ഉണ്ട്, ആൽബിനോ ബ്രിസ്റ്റലോസ് പ്ലക്കോ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം എന്തായാലും നമുക്ക് ഫിഷ് റൂം വിസിറ്റ് ചെയ്യാം. എന്താണ് ഇന്ന് കണ്ട ഇഷ്യൂ, എന്താണ് ശരിക്കും ഗപ്പികൾക്ക്? ഇത് സാധാരണ ഇതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അതായത് തണുപ്പ് കാലം അടുപ്പിച്ചിട്ടാണ് ഈ പ്രശ്നം സാധാരണ കാണൽ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ചെറിയ മീനുകൾ അതിന്റെ വാല് പൊട്ടിയിട്ട് പിന്നെ അതിന് നന്നായി സ്വിം ചെയ്യാൻ പറ്റാതെ, ഫീഡൊന്നും എടുക്കാൻ പറ്റാതെ അത് വീക്കായി അവസാനം ഡെത്തായാണ് ചെയ്യുന്നത്. അഡൽട്ട് ഫിഷുകൾക്ക് കാണാറുണ്ടോ? അഡൽട്ട് ഫിഷുകൾക്ക് വളരെ കുറവാണ് കാണുന്നത്. ഇതൊരു ചെറുത് മുതലൊരു ജുവനൈൽ സൈസ് വരെയാണ് അധികം കണ്ടിട്ടുള്ളത്. റൂം ടെമ്പറേച്ചർ എത്രയാണ്? റൂം ടെമ്പറേച്ചർ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 24 താഴെയാണ് ഇപ്പൊ. ഇപ്പോൾ എല്ലാ ടാങ്കിലും ഹീറ്റർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ ടാങ്കിൽ കുറച്ച് കുറവാണ്, 22 ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇത് ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു ജനറ്റിക്കൽ ആയിരിക്കുന്ന, കാരണം ഇത് ചെറുപ്പം മുതൽ കാണാനുണ്ട്. അതായത് ഒന്നാമത് ഇത് ആൽബിനോ, ഇപ്പൊ കണ്ടിരിക്കുന്നത് ആൽബിനോ കോയിലാണ്. അപ്പൊ ആൽബിനോ എല്ലാം വളരെ ചെറിയ മീനുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. ഫസ്റ്റ് സ്റ്റേജിൽ നോട്ടീസ് ചെയ്യും, പിന്നെ അത് കുറച്ച് വലുതാകുമ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് വിചാരിക്കുക, ഇത് അപ്പം തന്നെ നോട്ടീസ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് അത് ഒരു ജനറ്റിക്കൽ, ആ ജന്മന ആ ഒരു ബേർത്തിൽ തന്നെ ഉള്ള പ്രശ്നമാണ്. പക്ഷെ അത് കുറച്ച് വലുതാകുമ്പോൾ അതിന് സ്വിം ചെയ്യാൻ പറ്റാതെ ആവുക, പിന്നെ ഫീഡ് എടുക്കാൻ പറ്റാതെ ആവുക, വീക്ക് ആവുക, ഡെത്ത് ഉണ്ട്. ഡെത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടയിൽ കുറച്ച് ഡെത്ത് ഉണ്ടായി. അപ്പൊ അത് ആ ഒരു സിവിയറിറ്റി കണ്ടിട്ടാണ് കൂടുതൽ എണ്ണത്തിനെ ഞാൻ കള്ള് ചെയ്തത്. അപ്പോൾ തഹസീർ സാമ്പിൾ ഫിഷുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫിഷുകൾ കിടന്ന വെള്ളമോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യം പുള്ളി കൊണ്ടുവന്ന വാട്ടർ ടെസ്റ്റ് ചെയ്യാം. വെള്ളത്തിനകത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ചിലപ്പോൾ pHൻ്റെ ഇഷ്യൂ ആണെന്ന് പറയാറുണ്ട്. നമുക്ക് pH ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ അമോണിയ, നൈട്രേറ്റ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വെള്ളത്തിന് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ആ വെള്ളത്തിന്റെ ടെസ്റ്റിന് ശേഷം ഫിഷിനെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അതിനെ ഒന്ന് നിരീക്ഷിക്കാം, അതിന്റെ പുറമെ എന്താണ് കാണുന്നത് എന്നുള്ളത്. കാരണം ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രശ്നമുള്ള മറ്റു ഫിഷുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു പക്ഷേ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതിനുശേഷം മൈക്രോസ്കോപ്പിക് ഒരു ഇവാലുവേഷൻ നടത്തി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വാട്ടറിലെ അമോണിയയുടെ കണ്ടന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് API എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അമോണിയ ടെസ്റ്റിംഗ് കിറ്റാണ്. ഇതിൽ 2 സൊല്യൂഷൻസ് ആണ് വരുന്നത്. 5 ml വാട്ടറിൽ 8 ഡ്രോപ്സ്, രണ്ടിൻ്റെയും 8 ഡ്രോപ്സ് വെച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അമോണിയയുടെ റിസൾട്ട് വന്നു. 0 ppm ആണ് കാണിക്കുന്നത്. ഇതാണ് എല്ലാ ഫിഷ് ടാങ്കിൻ്റെയും റെക്കമെൻഡഡ് ലെവൽ ഓഫ് അമോണിയ. അമോണിയ എപ്പോഴും 0 ppm ആയിരിക്കണം. അപ്പം ഈ അമോണിയയുടെ റീസണും കൊണ്ടല്ല ഫിഷ് ഡെഡ് ആവുന്നതെന്നുള്ളത് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് pHഉം നൈട്രേറ്റും ആണ്. അപ്പോൾ ഇത് രണ്ടും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് APIയുടെ തന്നെ വാട്ടർ ടെസ്റ്റിംഗ് സ്ട്രിപ്പാണ്.
അപ്പോൾ നമുക്കതൊന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ റിസൾട്ട്സ് റീഡ് ചെയ്യാം. ഇതിനകത്ത് NO2 അഥവാ നൈട്രേറ്റിൻ്റെ അളവ് 0 ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ NO3 അഥവാ നൈട്രേറ്റ് അതിൻ്റെ അളവ് 0 ആണ് കാണിക്കുന്നത്. ബയോളജിക്കൽ ഫിൽട്രേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടാങ്കിൽ അമോണിയയുടെയും നൈട്രേറ്റിൻ്റെയും ലെവൽ 0 ppm ആയിരിക്കും. നൈട്രേറ്റിൻ്റെ അളവ് വേരി ചെയ്യാം. റെക്കമെൻഡഡ് ലെവൽ ഓഫ് നൈട്രേറ്റ് എന്ന് പറയുന്നത് 40 ppm അതിൽ താഴെയാണ്. അതേപോലെ തന്നെ pH നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 6.5നും 7നും ഇടയ്ക്കുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. അതായത് ന്യൂട്രൽ pH ആണ്. അത് ഗപ്പികൾക്ക് സേഫാണ്. അതേപോലെ ഡിഗ്രി ഓഫ് കാർബണേറ്റ് ഹാർഡ്നെസ് വന്നിട്ട് ഒരു 80, അതേപോലെ ഡിഗ്രി ഓഫ് ജനറൽ ഹാർഡ്നെസ് വന്നിട്ട് 60. ഇത് രണ്ടും റെക്കമെൻഡഡ് ലെവൽസിലാണുള്ളത്. അപ്പം ഈ ടാങ്കിലെ ഫിഷിൻ്റെ ഡെത്ത് വാട്ടറിൻ്റെ ഇഷ്യൂ കൊണ്ടല്ലെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഈ മീനുകളെ തന്നെ ഒരു എക്സാമിനേഷൻ നടത്തി നോക്കാം. നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ മീനുകളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വാലുകളൊക്കെ ഒട്ടി നീന്താൻ ബുദ്ധിമുട്ട്, ഫിഷ് ഓവറോൾ ഭയങ്കര ഡിസ്ട്രെസ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ ആൽബൈനോ റെഡിൻ്റെ ശരീരത്ത് കാണുന്ന വെളുത്ത ഒരു പാട പോലെ ഒരു ആവരണം അതിൻ്റെ ശരീരത്തും കണ്ണിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഫിഷിൻ്റെ പുറത്ത് എന്തോ ഉണ്ട്, പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ യാതൊരു ജീവികളെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ തന്നെ സിവിയറായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ കാണുന്നത്. ഫിഷിൻ്റെ വാലൊക്കെ മുഴുവൻ ഒട്ടി അതിന് മൂവ്മെൻറ്റ് തീരെ സാധ്യമല്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ വന്ന ഫിഷുകൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡെഡായി പോകാറാണ് പതിവ്. ഇനി ഇതിൻ്റെ മറ്റൊരു സിംറ്റമാണ് ഫിഷ് അതിൻ്റെ ബോഡി ഏതെങ്കിലും സർഫസിൽ സ്ക്രാച്ച് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പുഴയിലും കുളങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കാണാം ചില സമയത്ത് മീനുകളുടെ അവരുടെ ശരീരം പാറയിലും മണ്ണിലും ഒക്കെ ഉരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഒരു ജീവിയെയും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അവരുടെ വാലുകളിലും ശരീരത്തെ ആ ഒരു ചെറിയ പാടയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ശരീരത്തിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി എന്താണ് ഇതെന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്കൊരു മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ നടത്തി നോക്കാം. ഇപ്പോൾ തസീർ കൊണ്ടുവന്ന ഒരു ഫിഷിനെയാണ് നമ്മൾ ഈ എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ശരീരത്ത് കാണുന്ന ഇൻഫെസ്റ്റേഷൻ അൺബിലീവബിൾ. സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ദേഹത്ത് ഈ ഒരു ജീവി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ജീവി, ഈ വാലോട്ടലിന് കാരണമാവുന്ന ഈ ജീവി എന്താണെന്നുള്ളതും ഇതിനെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതും നമുക്ക് നോക്കാം. മൊണോജീനിയൻസ് എന്ന ക്ലാസ്സിൽ വരുന്ന ഒരു പാരസൈറ്റിക് ഫ്ലാറ്റ് വേമിനെയാണ് നിങ്ങൾ കാണുന്നത്. മത്സ്യങ്ങൾ പോലുള്ള അക്വാട്ടിക് ജീവികളുടെ ശരീരത്തെ പറ്റിപ്പിടിച്ചിരുന്ന് അതിൻ്റെ ശരീരത്തെ ആ മ്യൂക്കസ് മെമ്പറൈൻ, അതേപോലെ അതിൻ്റെ സെല്ലുകൾ, ഫിന്നിലും ഗിൽസിലും ഒക്കെ കാണുന്ന സെല്ലുകൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു പാരസൈറ്റിക് ജീവിയാണ്. ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാരസൈറ്റിന് പറയുന്ന പേരാണ് ജൈറോഡാക്ടിലസ്. മൊണോജീനിയൻസിൻ്റെ 13 ഫാമിലികളുണ്ടെങ്കിലും അക്വാകൾച്ചറിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരാവുന്നത് ജൈറോഡാക്ടിലസ് അഥവാ ബോഡി ഫ്ലൂക്സ്, ഡാക്ടിലോജൈറസ് അഥവാ ഗിൽ ഫ്ലൂക്സ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവർ സ്കിൻ ഫ്ലൂക്സ് ആണെങ്കിലും ഇവരെ ചില സമയത്ത് ഗിൽസിൽ നിന്ന് കാണാറുണ്ട്. അതേപോലെ ഗിൽ ഫ്ലൂക്സിനെ ബോഡിയിൽ നിന്നും കാണാറുണ്ട്. ചൂണ്ടക്കൊളുത്തുകൾ പോലെ കാണുന്ന ഈ ഒരു അവയവം വെച്ചിട്ടാണ് ഇവർ ഫിഷിൻ്റെ ദേഹത്ത് നങ്കൂരം ഇട്ട് നിൽക്കുന്നത്. ഇതിന് പുറമെ 16 ചെറിയ മാർജിനൽ ഹുക്കുകളും നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് വെച്ചിട്ടാണ് ഇവർ ഫിഷിൻ്റെ ശരീരത്ത് ബലമായി പിടിച്ചിരിക്കുന്നത്. മത്സ്യങ്ങളിൽ നിന്ന് മത്സ്യങ്ങളിലേക്കാണ് ഇവരുടെ പകർച്ചാ രീതി. ഒരു മത്സ്യം ചത്തു കഴിഞ്ഞാൽ അത് അവർ ആ ശരീരം വിട്ട് വേറെ ഏതെങ്കിലും ഒരു മത്സ്യത്തിൻ്റെ ശരീരത്ത് കയറാൻ ശ്രമിക്കും. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ജൈറോഡാക്ടിലസിൻ്റെ ഉള്ളിൽ തന്നെ വരാൻ പോകുന്ന പല ജനറേഷനുകൾ കാണും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ജൈറോഡാക്ടിലസിൻ്റെ ഉള്ളിൽ കാണുന്ന ഹുക്കുകൾ അതിൻ്റെ അടുത്ത തലമുറയാണ്. ഇങ്ങനെ ഒരു ഇൻഡിവിജ്വലിനുള്ളിൽ തന്നെ പല തലമുറകൾ കാണുന്ന ഇവരെ റഷ്യൻ നെസ്റ്റിംഗ് ഡോളുമായിട്ട് ഉപമിക്കാറുണ്ട്. ഈ ജൈറോഡാക്ടിലസ് ടിഷ്യൂകൾക്കുണ്ടാക്കുന്ന ഡാമേജിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെയൊക്കെയുള്ള സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നിട്ടാണ് മത്സ്യങ്ങൾ കൂടുതലും ചത്തൊടുങ്ങാറുള്ളത്. ഇനി ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇൻഫെസ്റ്റേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്ക് നമ്മളുടെ മെയിൻ സിസ്റ്റത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ഒരു ക്വാറൻറ്റൈൻ ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ, അതായത് ഈ കൊണ്ടുവരുന്ന ഫിഷിനെ 2 മുതൽ 4 ആഴ്ച വരെ വേറൊരു സിസ്റ്റത്തിൽ കീപ്പ് ചെയ്ത് അതിൻ്റെ ശരീരത്തിൽ യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ മെയിൻ സിസ്റ്റത്തിലോട്ട് ഫിഷിനെ കൊണ്ടുവരിക. ഇനി ക്വാറൻറ്റൈൻ ടാങ്കുകളോ അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ സിസ്റ്റം പോസിബിൾ അല്ലാത്തവർക്ക് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഫിഷുകൾക്ക് സോൾട്ട് ബാത്ത് കൊടുക്കാം. അതായത് ഒരു 24
PPT സോൾട്ട്, അതായത് 24 ഗ്രാം പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ 10 മുതൽ 15 മിനിറ്റ് ഡിപ്പ് നമുക്ക് ഫിഷുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ സോൾട്ട് ബാത്ത് 100% പാരസൈറ്റുകളെ കൊല്ലണം എന്നില്ല. കാരണം ചില പാരസൈറ്റുകൾക്ക് ഈ സലൈനേറ്റിയോടുള്ള ടോളറൻസ് ഉള്ളത് തന്നെ കാരണം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത്, ഈ ഫിഷിന് സ്ട്രെസ് ഉണ്ടെങ്കിൽ, അതായത് ഓവർ പോപ്പുലേഷൻ, അതേപോലെ വാട്ടർ ക്വാളിറ്റിയുടെ ഇഷ്യൂ പോലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെസ്റ്റേഷൻ്റെ സ്പീഡ് വളരെ കൂടുകയും ഫിഷുകൾ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി എന്തൊക്കെ തരത്തിലുള്ള മെഡിക്കേഷൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങളിതിൽ പറയുന്ന ഏതെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസ്, പല കെമിക്കൽസും കാർസിനോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാവുന്ന കെമിക്കൽസാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കുക. നിങ്ങളത് ശരിയായ PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഒരിക്കലും കുട്ടികളൊന്നും ഇതെടുത്തിട്ട് തോന്നുന്ന പടി ടാങ്കിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പോകാനൊന്നും കാരണമാവരുത്. ഈ ജൈറോഡാക്ടിലസിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് അക്വാകൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു പാരസെറ്റിസൈഡാണ് ഫോർമലിൻ. 30 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നുള്ളൊരു കണക്കിലാണ് ഫോർമലിൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർമലിൻ വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും. അതുകൊണ്ട് ശക്തിയായുള്ള എയറേഷൻ ടാങ്കിൽ മസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ജൈറോഡാക്ടിലസ് പോലുള്ള എക്സ്റ്റേണൽ പാരസൈറ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. 2 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നുള്ള രീതിയിലുള്ള ലോങ് ബാത്തും 10 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ 10 മുതൽ 30 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ബാത്തുകളും കൊടുക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓവർഡോസ് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫിഷുകൾ അവരുടെ ഗിൽസും സ്കിന്നും ഒക്കെ ബേണായി ഡെഡായി പോകും. അപ്പോൾ തീരെ ഓർഗാനിക്, അതായത് തീരെ വേസ്റ്റുകൾ ഒന്നും, ഫിഷ് വേസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിക് വേസ്റ്റുകളൊന്നും ഇല്ലാത്ത ടാങ്കിൽ ഈ 2 മില്ലിഗ്രാം എന്നുള്ളത് നമുക്ക് 1 മില്ലിഗ്രാം ആയിട്ട് യൂസ് ചെയ്താലും എഫക്റ്റീവ് ആയിരിക്കും. ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഈ ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫിഷിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം മെഡിക്കേഷൻസ് കൊടുക്കുക. പൊട്ടാസ്യം പെർമാഗ്നേറ്റൊക്കെ ഓവർഡോസ് ആവുന്ന സാഹചര്യത്തിൽ ഫിഷ് ഡെത്ത് വളരെ സ്പീഡിലായിരിക്കും. അപ്പോൾ അത് വളരെ കെയറോടുകൂടി മാത്രം ചെയ്യുക. ഇനി ജൈറോഡാക്ടിലസ് പോലുള്ള എക്സ്റ്റേണൽ പാരസൈറ്റുകൾക്ക് ഇവിടെ ഫിഷ് റൂമിൽ യൂസ് ചെയ്യുന്ന 1-2 പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താം. ഇത് സീക്കമിൻ്റെ പാരാഗാർഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഈ ഫോർമാലിൻ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പോലുള്ള കെമിക്കൽസ് ഹോബിസ്റ്റ് ടാങ്കുകളിൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം വളരെ ചെറിയ വോളിയം ആയിരിക്കും പലപ്പോഴും ടാങ്കിൻ്റെ, അല്ലെങ്കിൽ ടാങ്കിലുള്ള ഡെക്കറേഷൻസ്, അക്വാസ്കേപ്പിംഗ് ടാങ്കുകളൊക്കെ ഈ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നതിനൊരു തടസ്സമാണ്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെയുള്ള പ്രൊപ്രൈറ്ററി മെഡിസിൻ, ഇത് ഡൈമാക്സിൻ്റെ എൻഡോഗാർഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. എല്ലാ മാനുഫാക്ചറേഴ്സും അവർ യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ കോമ്പോസിഷൻ മെൻഷൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് ഒരു നല്ലൊരു എഫക്റ്റീവ് മെഡിക്കേഷനാണ്. പലർക്കും ഈ ഫ്ലൂക്സ് ഇഷ്യൂ ഉള്ള പലർക്കും റെക്കമെൻഡ് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഡൈമാക്സിൻ്റെ എൻഡോഗാർഡ്. അതേപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് സീക്കമിൻ്റെ പോളിഗാർഡ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ ഇഷ്യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെഡിക്കേഷനാണ്. ഇതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൾഫാത്തിയോസോൾ, മാലക്കൈറ്റ് ഗ്രീൻ പോലുള്ള കെമിക്കൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച് കഴിഞ്ഞു. ഇനിയും ഇത് ഫ്രിറ്റ്സ് അക്വാട്ടിക്സിൻ്റെ പാരാക്ലൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന പ്രാസിക്കൻഡൽ ഈ ജൈറോഡാക്ടിലസ് പോലുള്ള എക്സ്റ്റേണൽ പാരസൈറ്റുകളുടെ ട്രീറ്റ്മെൻറ്റിന് വളരെ എഫക്റ്റീവാണ്. അതുകൂടാതെ ഇതിനകത്ത് മെട്രോണിഡാസോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കൂടെ ഉണ്ട്. അപ്പോൾ അത് ഈ ഹെക്സാമിറ്റ പോലുള്ള പ്രോട്ടോസോവൻ പാരസൈറ്റുകളുടെ ട്രീറ്റ്മെൻറ്റിനും ഉപകരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഫിഷ് ഡിസീസസിനെ പറ്റിയുള്ള ആദ്യ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. കൂടുതൽ അസുഖങ്ങളും ഡീറ്റെയിൽസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി വീണ്ടും കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.